എന്നും പേരൻസിനോടും ടീച്ചേഴ്സിനോടും മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നോടൊരു കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, അങ്കിളെ പിന്നെ പേരൻസ് ഞങ്ങൾക്ക് അങ്കിളുടെ വീഡിയോ ഒക്കെ കാണിച്ചു തരും, പക്ഷേ ടോപ്പിക്സൊക്കെ കൂടുതലും പേരൻസിന് പറ്റുന്ന ടോപ്പിക്കുകളാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള ടോപ്പിക്കൊന്നും പറയാത്ത എന്നൊക്കെ ഒരാൾ എന്നോട് ചോദിച്ചു. ഇപ്പോഴൊരു 8ാം ക്ലാസ്സുകാരനാണ് അത് ചോദിച്ചത്. അന്നേരം പോലെ എൻ്റെ മനസ്സിലുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ സെഷൻ ഫോർ യങ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അവസരം ഇന്ന് വന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം കൊച്ചു കുട്ടികളുമായിട്ടുള്ളൊരു അവരുടെ ഒരു ഫുട്ബോൾ ക്യാമ്പിലൊക്കെ ഇച്ചിരി സമയം നിന്നപ്പോൾ ഡെഫിനറ്റായിട്ട് ഇനി അടുത്ത വീഡിയോ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഭയങ്കര ഒരു നിർബന്ധം വന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളിത് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതുക, നിങ്ങളിതിനകത്തുനിന്ന് എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. പേരൻസ് എല്ലാം ഇത് കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. മുതിർന്നവരെല്ലാം കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് വേണ്ടിയുള്ള ധാരാളം വീഡിയോസ്, ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇന്നലെ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിലെ അധ്യാപകർക്കുള്ളൊരു പരിശീലന പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തീരാറായപ്പോൾ അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ, അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരു നല്ല ഫുട്ബോളറാണ്, നല്ലൊരു അത്ലറ്റിക് പേഴ്സണാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ട്രെയിനിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് കഴിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. ഈവനിങ്ങിലാണ് കുട്ടികളൊക്കെ ക്യാമ്പിൽ കളിക്കാനായിട്ട് വരുന്നത്. രാവിലെ ഉണ്ടായിരിക്കാം, പക്ഷേ ഈവനിങ്ങിൽ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് അവിടെ വന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 5 മിനിറ്റ് അവരോടൊന്ന് സംസാരിക്കണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഒരു 10-50 കുട്ടികൾ, നല്ല ചുറുചുറുക്കുള്ള കൊച്ചു കുട്ടികൾ, ഒരു 50 പേരോളം വളരെ ഡിസിപ്ലിൻഡായിട്ട് പറയുന്നതെല്ലാം കൃത്യമായിട്ട് അനുസരിക്കും. ഒരു പക്ഷേ കളിക്കളത്തിൽ മാത്രമാണ് ഇന്ന് ഡിസിപ്ലിനും അനുസരണയും ആ ഒരു അതൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ അവരോട് ലൈനപ്പ് ചെയ്യാൻ പറയുന്നവർ പെട്ടെന്ന് ലൈനപ്പ് ചെയ്യുന്നു, അവരെല്ലാം ഇരിക്കാൻ പറയുന്നവരിയ്ക്കുന്നു. ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചു. വളരെയധികം പോസിറ്റീവായിട്ടാണ് കുഞ്ഞുങ്ങളെല്ലാം എത്ര അറ്റൻഷനോട് കൂടിയാണ് എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവരോട് സംസാരിച്ച് തീരുന്നിടം വരെ അവർ ഭയങ്കര എനർജറ്റിക്കായിട്ട് എന്നോട് അവരുടെ കണ്ണുകളിലൂടെ ആ ഒരു പോസിറ്റീവ്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോ കേൾക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരോട് പറഞ്ഞതും അവരോട് പറയാൻ ബാക്കി വെച്ചതുമായ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും തന്നെ ഓടിച്ചാടി കളിക്കണം. അവധി തീർന്നു, സ്കൂൾ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കളിക്കാതിരിക്കരുത്. കുട്ടികളൊക്കെ വൈകുന്നേരം വന്നിട്ട് ട്യൂഷനല്ല പോകേണ്ടത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഓടിച്ചാടി കളിക്കണം. പറ്റുമെങ്കിൽ എല്ലാ സ്കൂളിലും ഈവനിങ്ങിലൊക്കെ കുട്ടികളെ നല്ല ഓർഗനൈസ്ഡായിട്ട് കളിപ്പിക്കണം. ഓരോ കളിയിലൊക്കെ പ്രത്യേകമായിട്ട് പരിശീലനം നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അച്ചടക്കവും ആ നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ളൊരു കഴിവും പോരാടാനുള്ളൊരു കരുത്തും തോക്കാനും ജയിക്കാനും വീഴാനും എഴുന്നേൽക്കാനും ഒക്കെ കിട്ടുന്ന ഒരു സാധ്യതകളും ഒക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എത്ര മനോഹരമായ കാര്യമാണ്. കുട്ടികളെ ഏറ്റവും മനോഹരമായി കാണുന്നത് കളിക്കളത്തിലാണ്. കളിക്കാത്ത കുഞ്ഞുങ്ങളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ടാകും, സൈക്കോളജിക്കൽ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും, ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ധാരാളമായിട്ട് കുട്ടികൾ കളിക്കട്ടെ. ചില കുട്ടികളൊക്കെ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടാണെന്ന് പറഞ്ഞവരെ കളിക്കാൻ വിടില്ല. പഠിക്കാൻ പുറകോട്ടായ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾ കളിക്കാൻ വിട്ടാൽ ആ കളിയിലൂടെ തന്നെ അവർക്ക് പഠനത്തിലും അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ സംഭവിക്കും. കുട്ടികൾ ധാരാളമായിട്ട് ഓടിച്ചാടി കളിക്കണം, നന്നായിട്ട് കളിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം ഒരുമിച്ച് തന്നെ വരേണ്ട ഒരു കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കരുത്തുറ്റ ഒരു തലമുറ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കളിയിൽ എന്നും വ്യാപൃതമാകാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ അവർക്ക് ചുറ്റുമുള്ള മുതിർന്നവരൊക്കെ ശ്രമിക്കുക. വീട്ടിൽ പോയി കളിക്കാൻ ആളില്ലാത്ത കുട്ടികൾ സ്കൂളിൽ തന്നെ കളിക്കട്ടെ. അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരട്ടെ. പുതിയ മന്ത്രിസഭയോടും ഒക്കെ പറയാനുള്ളത്, ഈ UP LP സ്കൂളുകളിലൊന്നും കായിക അധ്യാപകരില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. കാരണം ആ പ്രായത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങളെ ടാലൻറ്റ് കണ്ടെത്തുകയും വളരെ നേരത്തെ തന്നെ അവരെ ക്യാച്ച് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും അവരെ കായിക മേഖലയിലൊക്കെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളവരെയൊക്കെ ആ രീതിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കായിക സംസ്കാരം ഒരു കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേരേണ്ടതായിട്ടുണ്ട്. അവരുടെ ഡെവലപ്മെൻറ്റിന് അത് വളരെ ആവശ്യമാണ്. മെൻ്റൽ ഹെൽത്തിന് വളരെ ആവശ്യമാണ്.
അവരുടെ ഫിസിക്കൽ ഹെൽത്തിന് അത് വളരെ ആവശ്യമാണ്. ഇന്ന് കുട്ടികളിലൊക്കെ അമിതമായ തടിയും അതുപോലുള്ള ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിലേ കൂടുമ്പോൾ ഒരു കായിക സംസ്കാരം നമ്മുടെ സ്കൂൾ തലത്തിൽ ചെറിയ പ്രായം മുതലേ ഉണ്ടാവണം. ഗവൺമെൻറ്റൊക്കെ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്. ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഒരു ഉയർന്ന ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കണക്കറിയത്തില്ല, സയൻസ് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, സിലബസ് എല്ലാം പഠിച്ചു, കുറേ പരീക്ഷകൾ എഴുതി, പരീക്ഷയ്ക്കൊക്കെ കുറേ മാർക്കും വാങ്ങിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കൊരു ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബോധപൂർവം ചിന്തിച്ച് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കളി പോലെ തന്നെയാണ് പഠനവും. അത് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പഠിത്തത്തിലും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാനും നന്നായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ പഠനത്തിലും ആ ഒരു ഗൗരവം. പിന്നെ ഒരു കാര്യം കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ കളി മാത്രമാണെങ്കിൽ നമുക്ക് വേദികളൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ കളിയോടൊപ്പം പഠിത്തവും കൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഉന്നത കോളേജുകളിലൊക്കെ ചെല്ലാൻ പറ്റുന്നു. അപ്പോൾ അവിടെയും നമുക്ക് കളിക്കാൻ അവസരങ്ങൾ കിട്ടുന്നു. അവിടെ നിന്നൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സെലക്ട് ചെയ്യുന്നു. അവിടുന്ന് സ്റ്റേറ്റിലേക്കും ഡിസ്ട്രിക്റ്റിലേക്കും സ്റ്റേറ്റിലേക്കും നാഷണൽ ലെവലിലേക്കൊക്കെ നമുക്ക് സെലക്ഷൻ കിട്ടുന്നു. വിദ്യാഭ്യാസവും കൂടെ ഉള്ളവർക്ക് കളിയും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കൂടുതലാണ്. സ്പോർട്സ് ഗുഡ്സ് കമ്പനികളിൽ, അതുപോലെ തന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റ് രംഗത്ത്, അതുപോലെ തന്നെ സ്പോർട്സ് സയൻസ് രംഗത്ത്, അങ്ങനെയൊക്കെയുള്ള, പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ മേഖലയിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം മാത്രമല്ല, ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നല്ല നല്ല കളിയിലൊക്കെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള കുട്ടികളെയൊക്കെ അവർ തിരഞ്ഞെടുക്കും. കാരണം അവർക്ക് അങ്ങനെയുള്ള ജോലികളൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള എന്തൂസിയാസം ഉള്ള, സ്പിരിറ്റുള്ള, ആരോഗ്യമുള്ള ആൾക്കാരെയൊക്കെ ജോലിക്ക് വേണം. അപ്പോൾ അവർക്ക് അതിന് പ്രത്യേകം പ്രാധാന്യം. അപ്പോൾ ഈ പഠിത്തവും കളിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു വലിയ മിടുക്കാണ്. അവിടെയാണ് നമ്മുടെ ആ ബ്രില്യൻസൊക്കെ നിങ്ങൾ കാണിക്കേണ്ടത്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് നിങ്ങൾ കളിയിലൊക്കെ നേടുന്ന ഈ കരുത്തും. പല കുട്ടികളും കളിയിലൂടെയൊക്കെ നല്ല കരുത്തൊക്കെ നേടുന്നു, നല്ല ധൈര്യമൊക്കെ നേടുന്നു, മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയി വല്ലവൻ്റെ തലയിലടിക്കുക, മറ്റുള്ളവരെ ഇടിക്കുക, മറ്റുള്ളവരെ ആക്രമിക്കുക, ഗാങ് ചെയ്യുക, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കളിയിലൂടെയൊക്കെ കിട്ടുന്ന ആ ഡിസിപ്ലിൻ, കളിയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു മികവും ആ ശക്തിയും ഒക്കെ കൈൻഡ്നെസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഒരുപാട് കൈൻഡ് ആവണം, എല്ലാവരോടും നല്ല സ്നേഹത്തോടെയും കരുണയോടെയും ഇടപെടുക. കൈൻഡ്നെസ് ഒരു വീക്ക്നെസ് അല്ല, കൈൻഡ്നെസ് ഈസ് പവർ. നല്ല കൈൻഡായിട്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ, ശരിക്കും കരുത്തരായ ആൾക്കാർ എല്ലാവരോടും വളരെ കൈൻഡായിരിക്കും. അവരാരെയും അടിക്കാനും തോണ്ടാനും മാന്താനും ഒന്നും പോകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കരുത്തൊക്കെ നമ്മൾ ശക്തരാണെങ്കിൽ ശക്തിയില്ലാത്തവരെയും കൂടി നമ്മൾ സഹായിക്കണം. നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണെങ്കിൽ ബുദ്ധിയില്ലാത്തവരെയും കൂടെ നമ്മൾ സഹായിക്കണം. നമ്മൾ ഭയങ്കര റിച്ച് ആണെങ്കിൽ അതില്ലാത്തവരെയും കൂടെ നമ്മൾ സഹായിക്കണം. നമുക്ക് എന്താണോ അധികമായി കിട്ടുന്നത് അതൊക്കെ മറ്റുള്ളവർക്ക് കൂടെ പങ്കുവയ്ക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സംസ്കാരം വളരെ ഉയർന്നതാണ്. ഇവിടെ കുട്ടികളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭയങ്കര ശക്തരായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സഹായിയായും കൂടെ മാറണം, കൂടുതൽ കരുണയുള്ളവരായിട്ട് മാറണം, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ മാറണം. അതുപോലെ കളിയിൽ വരുന്ന ഒരു കളിയിലും പഠിത്തത്തിലും ഒക്കെ ഉള്ളൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കുട്ടികൾക്ക് തോൽക്കാൻ ഇഷ്ടമല്ല. ഇന്നത്തെ കാലത്ത് തോൽക്കുന്ന എന്തോ വലിയ കുഴപ്പമാണെന്ന് കരുതുന്ന കുട്ടികളാണ്. തോൽക്കുമ്പോൾ കൃത്രിമമായി ജയിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക, കള്ളത്തരങ്ങൾ കാണിക്കുക, കോപ്പി അടിച്ച് പരീക്ഷ എഴുതുക, ഫൗൾ ചെയ്ത് കളിക്കുക, ഇതൊക്കെ തന്നെ വളരെ ബാഡ് മാനേഴ്സാണ്. ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് പൊരുതി നേടുന്നതിനെ മാത്രമാണ് വിജയം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഫേക്കാണ്. പൊരുതി തന്നെ നേടണം. പൊരുതി നേടാൻ നമുക്ക് ആദ്യമേ ഇപ്പോൾ വലിയ പോരാട്ടക്കാരനൊന്നും പോരാളിയായിട്ടൊന്നും നമ്മൾ മാറിയെന്ന് വരില്ല. എല്ലാവരും ആദ്യം തന്നെ അങ്ങ് വിജയിച്ചു എന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ക്ഷമയാണ് വിജയത്തിന് വേണ്ട ഏറ്റവും വലിയൊരു അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ക്ഷമയോടെ നിരന്തരമായി പരിശീലിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എത്തേണ്ട ടാർഗറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എവിടെയാണ് എത്തേണ്ടതെന്നൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഒരു ഓട്ടക്കാരനാണ്, അപ്പോൾ എനിക്ക് ഏത് സ്പീഡിൽ എത്ര ടൈമിങ്ങിൽ ആ ഓട്ടം തീർത്താൽ എനിക്ക് ഒരു സ്റ്റേറ്റ് റെക്കോർഡ് കിട്ടും, നാഷണൽ റെക്കോർഡ് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമയത്തെ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് അതിനെതിരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ടൈമൊക്കെ അച്ചീവ് ചെയ്യാനും നിങ്ങൾ വലിയ ഓട്ടക്കാരനായി മാറുകയൊക്കെ ചെയ്യും. നമ്മൾ അങ്ങനെയുള്ള വലിയ വലിയ ഓട്ടക്കാരെയൊക്കെ നമ്മൾ മാതൃകയാക്കണം. രാജ്യത്തൊക്കെ ഏറ്റവും മിടുക്കരായിട്ടുള്ള അത്ലറ്റുകളെയും മിടുക്കരായിട്ടുള്ള കളിക്കാരും അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ്സ് എന്താ, ആ സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ നമ്മൾ പോരാടി കയറണം. പഠിത്തത്തിലും അതുപോലെ തന്നെയാണ്. നമുക്ക് എവിടെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത്, എനിക്ക് ആരായി തീരണം, അതിനനുസരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. അപ്പോൾ അതൊരു ഫെയിലിയർ ഒന്നുമല്ല. ആ പോക്കിൽ നമുക്കുണ്ടാകുന്ന പരാജയങ്ങളൊന്നും ഒരു
ഫെയിലിയറായിട്ട് കാണണ്ട, അതിനെയൊക്കെ ഒരു ലേണിംഗ് ആയിട്ട് കാണുക. ഇപ്പോൾ എനിക്ക് AI പഠിക്കണം, ഒരു കുട്ടി എന്നോട് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ പറഞ്ഞു എനിക്ക് AI പഠിക്കണം. ഞാൻ പറഞ്ഞു ഒറ്റ കാര്യമുള്ളൂ മോനെ, മാസ്റ്റർ മാത്തമാറ്റിക്സ്, വേറൊരു വഴിയില്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് അന്ന് മുതൽ അവൻ മാത്തമാറ്റിക്സ് മാസ്റ്റർ ചെയ്യാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കണം. അപ്പോൾ ചിലപ്പോഴൊക്കെ അവൻ ഒരുപാട് മാർക്ക് കുറഞ്ഞു പോകും, കുഴപ്പമില്ല, കുറഞ്ഞോട്ടെ. ആ കുറയുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, എന്താണ് എനിക്ക് പറ്റിയ പോരായ്മ, എങ്ങനെയായിരുന്നു ഞാൻ പഠിക്കേണ്ടിയിരുന്നത്, എന്തെല്ലാം കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ മാർക്സ് വാങ്ങിക്കാൻ പറ്റും, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുക. ദർ ഈസ് നത്തിങ് കോൾഡ് എ ഫെയിലിയർ, ദർ ഈസ് ഓൺലി ലെസൺസ്. അതാണ്, അല്ലെ ലേണിംഗ് മാത്രമേ ഉള്ളൂ അതിനകത്തുനിന്ന് മനസ്സിലാക്കുക. അതുപോലെ കുട്ടികളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹെൽത്തിനെ കുറിച്ചാണ്. ഇന്ന് കുട്ടികളുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുട്ടികൾ ഒരുപാട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നു. ഈ അടുത്തിടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 1/2 കിലോ പഞ്ചസാര വരെയാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ഈ പഞ്ചസാരയെല്ലാം അധികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ ശരീരം ഡാമേജ് ആകുന്നു, നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആകുന്നു, ഒരുപാട് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടാകുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ കുട്ടികൾക്ക് വരുന്നു. അപ്പോൾ അമിതമായ പഞ്ചസാര കുട്ടികളുടെ ഉള്ളിലൊക്കെ ചെല്ലുന്നത് വളരെ കേടാണ്. അതുകൊണ്ട് ഒത്തിരി മധുരമൊക്കെ നമ്മൾ കഴിക്കാതെ, നമ്മൾ എന്താ അകത്തോട്ട് കഴിക്കുന്നത്, ഇതിനൊക്കെ ഒരു കണക്ക് വേണം. എല്ലാ കാര്യത്തിലും ഒരു കണക്ക് വേണം. രാവിലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. അത് രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് അത് കഴിച്ചിട്ടേ സ്കൂളിൽ പോകാവുള്ളൂ. അതിനകത്ത് ആവശ്യത്തിന് വേണ്ട ന്യൂട്രീഷൻ ഉണ്ടോ, എനിക്ക് വേണ്ട ആവശ്യമുള്ള പ്രോട്ടീൻ അതിനകത്തുണ്ടോ, കാൽഷ്യം ഉണ്ടോ, അതിനകത്ത് മഗ്നീഷ്യം ഉണ്ടോ, എനിക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ടോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിക്കണം. പേരൻസിനോട് ആ കാര്യത്തിലൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഉഴപ്പൊന്നും ആഹാര കാര്യത്തിൽ പാടില്ല. ആഹാരത്തിൽ നമ്മൾ ഉഴപ്പിയാൽ നമ്മുടെ ആരോഗ്യം തകരാറിലാകുകയും ആരോഗ്യം തകരാറിലായാൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം തെറ്റുകയും ചെയ്യും. അത് കളിയിലാണേലും പഠിത്തത്തിലായാലും ജീവിതത്തിലായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉയർന്ന വലിയ നിലയിലൊക്കെ എത്തണമെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്താണ്. അപ്പം ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ആഹാരമൊക്കെ ഈ ജങ്ക് ഫുഡൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ആഹാരങ്ങൾ കഴിവതും കുറയ്ക്കുക. നാച്ചുറലായിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഇഷ്ടംപോലെ നാരുള്ള ഫൈബറുള്ള ഫുഡൊക്കെ ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ആഹാരം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ബാലൻസ്ഡായിട്ട് കഴിക്കുകയും നല്ലൊരു ആഹാര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കണം. കാരണം ലോകത്ത് വിജയിച്ചിട്ടുള്ള മനുഷ്യരുടെയൊക്കെ ഒരു പ്രത്യേകത, അവർ വളരെ കൃത്യമായ ആഹാരം കഴിച്ച് അവരുടെ ജീവിതത്തിന് ആവശ്യമായ ആരോഗ്യവും കരുത്തും അവർ നേടിയവരാണ്. വെള്ളം കുടിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളമൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ബാത്റൂമിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ നിങ്ങൾ വെള്ളമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ അത് നിങ്ങൾ സ്കൂളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും പേരൻസൊക്കെ ആ കാര്യങ്ങൾ സ്കൂളിലൊക്കെ പറയുകയും ടോയ്ലറ്റ്സൊക്കെ വളരെ ക്ലീനായിട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ഡാമേജ് ചെയ്യുന്നൊരു കാര്യമാണ് അവർ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ. വെള്ളം കുടിക്കേണ്ടത് ഭയങ്കര ആവശ്യമാണ്. നിങ്ങളുടെ കിഡ്നിയൊക്കെ അല്ലെങ്കിൽ നാളെ ഡാമേജ്ഡ് ആയി പോകും. അപ്പം അതുകൊണ്ട് ധാരാളമായിട്ട് വെള്ളം കുട്ടികൾ കുടിക്കണം. അനാവശ്യമായ ഈ ഫുഡ് കളറുകൾ, പ്രത്യേകിച്ച് മുട്ടായിലൊക്കെ ഒരുപാട് കളറുകളുണ്ട്. പല ഫുഡുകളും ഒരുപാട് കളർ ഉപയോഗിക്കുന്ന ഫുഡുകളാണ്. ആ കളറൊക്കെ പലതും ടോക്സിക്കാണ്, നമുക്ക് ശരീരത്തിന് ചേരാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാക്കും. അതുപോലെ ഈ ടേസ്റ്റ് മേക്കേഴ്സ്, ഒരുപാട് രുചിക്ക് വേണ്ടി പല ടേസ്റ്റ് മേക്കേഴ്സൊക്കെ അതിനകത്ത് ചേർക്കുമ്പോൾ അതും നമ്മുടെ ശരീരത്തിന് വേണ്ടതായിരിക്കത്തില്ല. പലതും ടോക്സിക് ആയിരിക്കും, ചിലതൊക്കെ നമ്മുടെ ബ്രെയിനൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രിസർവേറ്റീവ്സ്. ഇതൊക്കെ കൂടുതൽ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയൊക്കെ അതിനകത്ത് ചേർക്കുന്ന പല പ്രിസർവേറ്റീവ്സും ഒരുപക്ഷെ അതൊന്നും ഒരു നിലവാരമുള്ളതായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നമ്മുടെ ജീവിതത്തെയൊക്കെ ദോഷമായിട്ട് ബാധിക്കും. ചെറിയ പ്രായം മുതൽ തന്നെ ആരോഗ്യത്തെ പറ്റിയൊക്കെ ഒരു നല്ല കാഴ്ചപ്പാട്. അതുപോലെ ആരോഗ്യത്തിൻ്റെ വേറൊരു പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈജിനാണ്. ഉച്ചയ്ക്കൊക്കെ കൈ കഴുകാൻ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് നനച്ചുകൊണ്ടിങ്ങനെ വരികയാണ്. കയ്യിലിരിക്കുന്ന അഴുക്കെല്ലാം കയ്യിൽ തന്നെ പുരട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നിങ്ങൾ 2 കൈ ഉപയോഗിച്ച് തന്നെ ഉച്ചയ്ക്കൊക്കെ കൈ കഴുകണം സ്കൂളിലൊക്കെ. അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ പോയി കംപ്ലൈൻ്റൊക്കെ വേണമെങ്കിൽ പറയണം. ഒരു മടിയ കാര്യത്തിലൊന്നും കാണിക്കരുത്. നിങ്ങളുടെ റൈറ്റ്സാണ് ഇതൊക്കെ. നിങ്ങൾ യുവജനങ്ങൾ, കുട്ടികൾ ആരോഗ്യത്തോടെ വളർന്നു വരിക എന്നുള്ളത് അത് നിങ്ങളുടെ റൈറ്റ്സാണ്. അത് നിങ്ങൾക്കാരും ഔദാര്യമായിട്ട് തരുന്നൊന്നുമല്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ടാപ്പ് സ്പേസൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പോയി വൃത്തിയായിട്ട് സമാധാനത്തോടെ കൈ കഴുകാനൊക്കെ സമയം വേണം. അതുപോലെ ഓടിപ്പിടിച്ചൊന്നും ആഹാരം കഴിക്കരുത്. നിങ്ങൾക്ക് പതുക്കെ പോയി സാവകാശത്തിൽ കൈ കഴുകിയൊക്കെ വന്ന് ടോയ്ലറ്റിലൊക്കെ പോയി വാഷ്റൂമിലൊക്കെ പോയി വന്ന് നമുക്ക് ആഹാരം കഴിച്ച് തിരിച്ചു പോയി കൈയൊക്കെ കഴുകി വൃത്തിയായി ഇരിക്കുന്ന അതിനൊക്കെയുള്ള സാവകാശം സ്കൂളുകൾ തരണം. ചില സ്കൂളിലൊക്കെ ആ ലഞ്ച് ടൈമൊക്കെ വെട്ടിക്കുറച്ചിട്ട് ആ സമയം കൂടെ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല.
അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയണം. എന്തായാലും നിങ്ങളുടെ ഹൈജീനും ഹെൽത്തും ഡയറ്റും ഒക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഗൂഗിളാണ് ഭയങ്കര അങ്ങേറ്റത്തെ സംഭവമാണെന്നൊന്നും കരുതണ്ട. ഈ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും സത്യമല്ല. കാരണം അതൊക്കെ പല കച്ചവടങ്ങൾക്ക് വേണ്ടിയും പലരും ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന അറിവെന്ന് തോന്നിപ്പിക്കുന്ന, സത്യമെന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എല്ലാം സത്യമല്ല. സത്യമില്ലെന്നല്ല, സത്യമുണ്ട്, പക്ഷേ എല്ലാം സത്യമല്ല. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്ന പല കാര്യങ്ങളും സത്യമല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഗൂഗിൾ, ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആണെന്ന് ഒരിക്കലും കരുതരുത്. കുറച്ചുകൂടെ നിങ്ങൾ ഇതിനെയൊക്കെ വാലിഡേറ്റ് ചെയ്യണം. ഇതൊക്കെ ശരിയാണോ എന്ന് അറിവുള്ളവരോടും ഗുരുക്കന്മാരോടും മുതിർന്നവരോടും മാതാപിതാക്കളോടും ഒക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഗൂഗിളൊക്കെ നമ്മളങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എനിക്കെല്ലാം അറിയാം എന്നൊക്കെയുള്ളൊരു ധാരണ പല കുട്ടികളിലേക്കും വരാറുണ്ട്. അത്തരം കുട്ടികളൊക്കെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആരൊക്കെയോ ഇവിടെ ഒരു പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്, ഈ ഡിജിറ്റൽ ടെക്നോളജിയും ഇതൊക്കെ ഗൂഗിളും ഒക്കെയാണ് ഇനിയിലോ. അങ്ങനെയൊന്നുമല്ല. ഒരുപാട് നമ്മൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരുപാട് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ടാകുന്നുണ്ട്. സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർപേഴ്സണൽ സ്കില്ല് കുറയുന്നു. നിങ്ങളുടെ കണ്ണിനും കഴുത്തിനും നട്ടലിനും ഒക്കെ അസുഖങ്ങളുണ്ടാകാൻ സാധ്യതകളുണ്ട്. നിങ്ങളുടെ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഫോർ എക്സാമ്പിൾ, നിങ്ങളെല്ലാം അങ്ങ് കണ്ട് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്. കുറച്ചുകൂടെ തിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് ആക്ച്വലി അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റീസൺ ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയെ നിങ്ങൾ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല. ഒരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ അതിനകത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങളൊരു റീല് കാണുകയോ മൂവി കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അവിടെ ഇമാജിൻ ചെയ്യാനൊന്നുമില്ല. കാരണം നിങ്ങളെല്ലാം അങ്ങ് കാണുകയാണ്. അപ്പം ഒരു വായനയൊക്കെ കൂട്ടുന്നത് കൊണ്ടുള്ള ഗുണം, കൂടുതൽ ഗൂഗിളിനേക്കാളും നിങ്ങൾ റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റീഡേഴ്സ് ആർ ലീഡേഴ്സ്. എഴുതാനും വായിക്കാനും ഒക്കെയുള്ള കഴിവുകളൊക്കെ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ അതൊക്കെ നിങ്ങൾ ഭയങ്കര പവർഫുള്ളാകുന്ന ആളെ, ആരുടെയും പുറയിൽ നിൽക്കേണ്ടതായിട്ട് വരത്തില്ല. അതേസമയം ഈ ടെക്നോളജിയിലൊക്കെ ഓവറായിട്ട് നമ്മളങ്ങ് പാരസൈറ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ പല സ്കില്ലുകളും കാണത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ലോകപരമായി ഇപ്പം മനുഷ്യരുമായിട്ട് ഇടപെടാനും ഒക്കെയുള്ള കഴിവുകൾ കൂടുന്നത് നമ്മൾ കുറച്ചുകൂടെ ടെക്നോളജിയൊക്കെ മാറ്റി നിർത്തി തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ കമ്പാരിസൺസ് അവോയ്ഡ് ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് ഒരു കമ്പാരിസനും ആവശ്യമില്ല. യു ആർ എ വെരി യുണീക്ക് പേഴ്സൺ. മറ്റുള്ളവർ നിങ്ങളെ കമ്പയർ ചെയ്യുന്നതും നിങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ട. നിങ്ങളും ആരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട. അവർ എന്നെക്കാളും കളറുണ്ട്, ബുദ്ധിയുണ്ട്, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മളാരാണ്, അതാണ് നമ്മൾ. നമ്മുടെ വാല്യൂ നമ്മൾ നിരന്തരമായി അധ്വാനിച്ച് കൂട്ടിക്കൊണ്ടുവരിക. നമ്മളുടെ ഡിഗ്നിറ്റി നമ്മൾ നിരന്തരമായിട്ട് അധ്വാനിച്ച് കൂട്ടിക്കൊണ്ടുവരിക. നമ്മുടെ റെസ്പെക്റ്റ് നമ്മൾ നിരന്തരമായിട്ട് അധ്വാനിച്ച് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പവർഫുള്ളായിട്ട് മാറും. നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാവരും ഏറ്റവും റിച്ച് ആയിട്ടുള്ളവരോ ഒന്നും അല്ല ഏറ്റവും മിടുക്കരായിട്ടുള്ളത്. ഏറ്റവും സൗന്ദര്യമുള്ളവരല്ല ഏറ്റവും മിടുക്കരായിട്ടുള്ളത്. ഏറ്റവും ബുദ്ധി ഉള്ളവരല്ല ഏറ്റവും മിടുക്കരായിട്ടുള്ളവർ. നിരന്തരമായി ഡിസിപ്ലിനോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് സസ്റ്റൈനബിളായിട്ട് പ്രാക്ടീസ് ചെയ്തവരാണ് ലോകത്ത് മിടുക്കരായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെയും അതിജീവിക്കാനുള്ളൊരു മാർഗം നമ്മൾ നിരന്തരമായി ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക. നമ്മൾ അനാവശ്യമായിട്ട് കമ്പാരിസൺ വേണ്ട, അനാവശ്യമായിട്ട് കോമ്പറ്റീഷനും വേണ്ട. യുവർ ജോബ് ഈസ് ടു കംപ്ലീറ്റ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ നിങ്ങളെ ആക്കി മാറ്റുക. മറ്റുള്ളവരാരും നിങ്ങളല്ല, മറ്റുള്ളവരെ പോലെ ആകാനുമല്ല നിങ്ങൾ ശ്രമിക്കേണ്ട. യു ആർ ബോൺ ഒറിജിനൽ, ഡോണ്ട് ഡൈ ആസ് എ ഫോട്ടോ കോപ്പി. ഒറിജിനൽ, ആ ഒറിജിനാലിറ്റി തിരിച്ചറിയുക, യുണീക്നെസ് തിരിച്ചറിയാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വളരെ പവർഫുള്ളായിട്ട് കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പവർഫുൾ പീപ്പിളെല്ലാം നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സാണ്. ദേ ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ്, ദേ ഗിവ് ഗുഡ് ആൻസേഴ്സ്, ദേ ടോക്ക്, ദേ എക്സ്പ്ലെയിൻ, ദേ പ്രസൻറ്റ് വെൽ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെയുള്ള കഴിവ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, കൂടുതൽ പേരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാകും, കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ടാവും, കൂടുതൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ സാധ്യതകൾ വർദ്ധിക്കും.
കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണെങ്കിൽ നമ്മളിങ്ങനെ ടിമിഡ് ആയിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ മടിക്കും. ചെറിയ പ്രായം മുതലേ ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടോക്ക് വിത്ത് പീപ്പിൾ, ആസ്ക് ക്വസ്റ്റ്യൻസ്, ഡിസ്കസ്, പ്രസൻറ്റ്, ഇതൊക്കെ ചെയ്യുക. സ്കൂളിലൊക്കെ അത്തരം അസൈൻമെൻറ്റ്സ് ഒക്കെ തരുമ്പോൾ അതിനൊക്കെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുക. ഇപ്പം ഞാൻ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ആരാണ് എനിക്കൊരു വെൽക്കം തരുന്നത്, ആരാണ് ഒരു ഫീഡ്ബാക്ക് തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുമ്പോട്ട് വരുന്ന കുട്ടികളുണ്ട്. ആ സിറ്റുവേഷനിലെ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അവരാണ് സ്മാർട്ടായിട്ട് മാറുന്നത്. ഇപ്പോൾ എപ്പോൾ നമുക്ക് അവസരം കിട്ടിയാലും 2 വാക്ക് പറയാനോ ഒരു ചോദ്യം ചോദിക്കാനോ ഒക്കെ അവസരം കിട്ടുമ്പോൾ ചാടി എഴുന്നേറ്റ് അതിനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ വളരെ പവർഫുൾ ആകും. നമ്മൾ ലോകത്തിലെ ലീഡേഴ്സിനെ എല്ലാം എടുത്ത് നോക്കിയാൽ അവരുടെ ഒരു കോമൺ ഡിനോമിനേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ഓൾ വെരി പവർഫുൾ സ്പീക്കേഴ്സ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി എടുത്ത് നോക്കിയേ, ഈസ് എ വെരി ഷാർപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട്. നന്ന വൃത്തിയായിട്ട് ആരോടും നല്ല വൃത്തിയായിട്ട് സംസാരിക്കാൻ, ഏത് ഏജ് ഗ്രൂപ്പിനോട് സംസാരിക്കാൻ, വളരെ കൃത്യതയോടുകൂടി സംസാരിക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ജനം വിശ്വസിക്കുന്നു അതിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായിട്ട് മാറുക. അതുപോലെ പണത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധം ചെറിയ പ്രായം മുതലേ ഉണ്ടാകുക. അനാവശ്യമായിട്ട് പണം നശിപ്പിച്ച് കളയരുത്. നമുക്കൊത്തിരി പണമുണ്ടെങ്കിലും പണമില്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. നമ്മൾ അത് നഷ്ടപ്പെടുത്തി കളയാതെ അനാവശ്യമായ ചിലവുകൾ, അനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുക. ഇപ്പം തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തുണിയൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അത് വലിയൊരു വേസ്റ്റായിട്ട് ലോകത്ത് മാറാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു വലിയ പരിസ്ഥിതി പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ലോത്ത് എങ്ങനെ ഇനി മാനേജ് ചെയ്യും. അനാവശ്യമായി ലോകത്ത് പർച്ചേസ് ചെയ്യപ്പെട്ട ക്ലോത്ത് ഒരു വലിയ ഭീകരമായ ഒരു പരിസ്ഥിതി പ്രശ്നമാകാൻ പോവുകയാണ്. അതുകൊണ്ട് അമിതമായി വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടരുത്. നമുക്ക് പണം ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടി ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച്, ഈ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കളിപ്പാട്ടങ്ങൾ, ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ, ആവശ്യമില്ലാത്ത ഗാഡ്ജറ്റുകൾ, ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ വി ആർ ആക്ച്വലി ഹാമിങ് ദ എൻവയോൺമെൻറ്റ്. നമ്മൾ എൻവയോൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല, എൻവയോൺമെൻറ്റ് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പോഴാണ് എൻവയോൺമെൻറ്റ് വളരെ വളരെ ആങ്കറോടുകൂടി റിറ്റാലിയേറ്റ് ചെയ്യുന്നത്. മഴയും വെള്ളപ്പൊക്കവും ചൂടും വെയിലും ഒക്കെ ആയിട്ട് നമ്മളോട് റിറ്റാലിയേറ്റ് ചെയ്യുന്നത്. സോ ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. നമ്മൾ എൻവയോൺമെൻറ്റിനോട് റെസ്പെക്റ്റ് ചെയ്യുന്നത്, നമുക്ക് പണമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മളൊരു മിതത്വം പാലിക്കണം. എല്ലാത്തിലും ഒരു സിംപ്ലിസിറ്റി ഒക്കെ പാലിക്കുക, ഇല്ലാത്തവർക്കൂടെ കൊടുക്കുക. ഇപ്പം തന്നെ പഴയ സാധനങ്ങൾ, നമുക്ക് ഉപയോഗമില്ലാത്തത് വളരെ ഉപയോഗമുള്ള ആൾക്കാർ വേറെ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗമുള്ള ആൾക്കാർക്ക് എങ്ങനെ പങ്കുവയ്ക്കാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണം ദൂർത്തടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാനായിട്ട് ഒരുപാട് വാശിയൊക്കെ പിടിക്കുന്ന കുട്ടികളാണ്. നമ്മൾ ഓർക്കണം, അതൊക്കെ വളരെ തെറ്റായ രീതികളാണ്. അതുപോലെ പണം സേവ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ പഠിക്കുക. ചെറിയ പ്രായം മുതലേ മണി മാനേജ്മെൻറ്റൊക്കെ പഠിക്കുക. ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവർക്ക് അത് ഉപകരിക്കാനായിട്ടൊക്കെ കൊടുക്കാൻ പഠിക്കുക. പണത്തെ പറ്റിയുള്ളൊരു നല്ല അനാവശ്യമായ ചിലവുകളൊക്കെ ചുരുക്കാനും പണത്തെപ്പറ്റി നല്ലൊരു ധാരണയുണ്ടായിരിക്കാനും ഒക്കെ ശ്രമിക്കുക. ചെറിയ പ്രായം മുതലേ അതൊക്കെ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ ചെറിയ പ്രായത്തിലേ വേണമെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങാം. അപ്പോൾ എന്നിട്ട് അതിനകത്തൊക്കെ പൈസയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെ നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ മികവുള്ളവരാകാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിജയത്തെക്കാളും പ്രധാനമാണ് നമ്മുടെ ക്യാരക്ടർ. എങ്ങനെയെങ്കിലുമൊക്കെ വിജയം നേടാനല്ല ശ്രമിക്കേണ്ടത്. ഡിഫെൻഡ് യുവർ ക്യാരക്ടർ, പ്രൊട്ടക്റ്റ് യുവർ ക്യാരക്ടർ. നല്ലൊരു സ്വഭാവത്തിനുടമയായിട്ട് മാറുക. കുറേ നേട്ടങ്ങളൊക്കെ നേടിയെന്നുള്ളത് കൊണ്ടൊന്നും, അതിനേക്കാളൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ക്യാരക്ടറാണ്. നിങ്ങൾ നല്ലൊരു സ്വഭാവത്തിനുടമയാകുക, നല്ല ക്വാളിറ്റീസ് ഉള്ളൊരു മനുഷ്യനായി, നല്ല ട്രെയ്റ്റ്സ് ഉള്ളൊരു മനുഷ്യനായി, നല്ല സ്കിൽസ് ഉള്ളൊരു മനുഷ്യനായി മാറുക. നല്ല ഒരു ക്വാളിറ്റേറ്റീവ് പേഴ്സണായിട്ട് മാറുക. നമ്മൾ എന്തു വേണ്ടി നേടി എന്നുള്ളതിനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഒരു പേഴ്സണൽ ക്വാളിറ്റി. ഡിഗ്നിറ്റി ഉള്ള ആൾക്കാരെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് നേട്ടങ്ങൾ നേടിയ പലരും ആ ഡിഗ്നിറ്റി കളഞ്ഞിട്ടാണ് അത് നേടുന്നതെങ്കിൽ യു ഹാവ് ലോസ്റ്റ് ദ ഗെയിം. അപ്പോൾ ആ ഡിഗ്നിറ്റി ഒരിക്കലും കളയരുത്, ആ റെസ്പെക്റ്റ് ഒരിക്കലും കളയരുത്. അപ്പോൾ നമ്മൾ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ചീവ് ചെയ്യുക, സക്സസ്ഫുൾ ആകുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നേടിയിട്ട് ഒരു കാര്യമില്ല.
അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങളെ ജീവിതത്തിലെ സ്കില്ലുകളെല്ലാം പഠിക്കുക. അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കുക, അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്യാൻ പഠിക്കുക, അത്യാവശ്യം ഒന്ന് റിപ്പയർ ചെയ്യാൻ പഠിക്കുക, അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യാൻ പഠിക്കുക, അത്യാവശ്യം പരിസ്ഥിതിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിക്കുക, പെറ്റ്സിനെയൊക്കെ നോക്കാൻ പഠിക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുക. നമ്മൾ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം, പക്ഷെ ഒരു കാര്യം, ഈ റിച്ച്നെസ്സൊക്കെ എന്നാണ് നമുക്ക് ഇല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ എന്നാണ് നമുക്ക് സെർവൻസിനെയോ അല്ലെങ്കിൽ ഹെൽപ്പോ ഒന്നും കിട്ടാതെ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ വിദേശ രാജ്യത്തെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ കുട്ടികളും സെൽഫ് സഫീഷ്യൻ്റ് ആണ്. അവർക്ക് അത്യാവശ്യം പെയിൻ്റ് അടിക്കാനറിയാം, ചെറിയ ചെറിയ റിപ്പയറുകളൊക്കെ അവർക്കറിയാം, അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അവർക്കറിയാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി മാനേജ് ചെയ്യാൻ അവർക്കറിയാം. ദേ നോ ഹൗ ടു ഗ്രോ ദെയർ പെറ്റ്സ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരു നല്ല കൺസേൺ ഉണ്ട്. ദേ നോ സച്ച് തിങ്സ്. അത് ചെറിയ പ്രായം മുതലേ അവർ പഠിച്ചു വരും. ചെറിയ പ്രായത്തിൽ തന്നെ അവർ ജോലികളൊക്കെ ചെയ്യുകയും ചെറിയ പ്രായത്തിൽ തന്നെ അവർ പോക്കറ്റ് മണിയൊക്കെ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ പല ജോലികളും ചെയ്തു കൊടുത്തിട്ട് നമുക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ പോക്കറ്റ് മണിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുമൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമുക്ക് പല ഫണ്ട് റൈസിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ അവധി സമയത്തൊക്കെ പിന്നെ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി വിറ്റും പിക്കിളൊക്കെ ഉണ്ടാക്കി വിറ്റും ഒക്കെ ധാരാളം കുട്ടികൾ, ഫ്രൂട്ട്സൊക്കെ വിറ്റും ഒക്കെ ധാരാളം കുട്ടികളെ ഈ അവധി സമയത്ത് കാണാനായിട്ട് സാധിച്ചു. അതൊക്കെ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ് തോന്നുന്നത്. ഞാൻ കാറിലൊക്കെ പോകുമ്പോൾ അത്തരം ആൾക്കാരെ കാണുമ്പോൾ ഞാൻ നിർത്തി അവരോട് സംസാരിക്കാറുണ്ട്. കാരണം വി റെസ്പെക്ട് സച്ച് കൈൻഡ് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ഫ്രം യങ് പീപ്പിൾ. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാനഡയിലും യു കെയിലും മാത്രമല്ല പോയിട്ട് പാർട്ട് ടൈം ജോലിയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലികളൊക്കെ ചെയ്യാൻ കഴിയണം. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാടിനെ തന്നെ നമ്മൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് റെസ്പെക്റ്റ് ഓൾ. എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാത്തിനെയും ബഹുമാനിക്കുക, എല്ലാത്തിനെയും ബഹുമാനിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. വളരെ പ്രധാനമായ കാര്യമാണ്. ഇന്ന് വളരെ ഒരു മോശമായിട്ട് കാണുന്നൊരു കാര്യം, നമുക്ക് സാധനങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷേ മനുഷ്യരോട് അത്രയും കരുതലില്ല. നമുക്ക് അങ്ങനെയല്ല. സാധനങ്ങളോടും മെറ്റീരിയലോടും അല്ല നമുക്ക് കൂടുതൽ ഇഷ്ടം വരേണ്ടത്. മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. അതൊരു ചെറിയ ആൾ വലിയ ആളെന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ, ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ, ഒരു ക്ലാസ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുക. നല്ല ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ ഈ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയിട്ടുണ്ട്, അവർ ചീപ്പ് പീപ്പിളാണ്. അവർ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ടായിരിക്കും, ദേ ആർ ചീപ്പ്. അവർക്ക് കുറേ ഡിഗ്രീസ് ഒക്കെ കാണും. പക്ഷേ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ എത്ര ഡിഗ്രീസ് ഉണ്ടെങ്കിലും ദേ ആർ വെരി ചീപ്പ്. ക്ലാസ് പീപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താ? ദേ റെസ്പെക്റ്റ് ഓൾ ഓഫ് ദം. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും, എല്ലാവരോടും വലിയ മാന്യതയോടുകൂടി പെരുമാറും. അപ്പോൾ നമ്മൾ ശരിക്കും നിറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടില്ലേ ഈ പ്രകൃതിയിലൊക്കെ പിന്നെ ഈ നെല്ലൊക്കെ അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ, ആ നിറഞ്ഞ നെല്ലുമായിട്ട് ആ നെൽച്ചെടികളെല്ലാം ഇങ്ങനെ തഴോട്ട് കുനിഞ്ഞാണ് നിൽക്കുന്നത്. മാവൊക്കെ നന്നായിട്ട് വിളഞ്ഞ മാങ്ങയായി കഴിയുമ്പോൾ ആ മാവൊക്കെ തഴോട്ട് ചായും. ഇതുപോലെയാണ് മനുഷ്യന് നിറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ഫിൽ യുവർ സെൽഫ് വിത്ത് വിസ്ഡം, നോളജ്, പവർ ഒക്കെ വന്നു കഴിയുമ്പോൾ വി ഷുഡ് ബോ ഡൗൺ, താഴേക്ക് വരണം. മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കണം നമ്മുടെ ലൈഫ്. അതിനെയാണ് റിയൽ റിച്ച്നെസ് എന്നൊക്കെ പറയുന്നത്. റിയൽ ക്വാളിറ്റി അതാണ്. മറ്റുള്ളവർക്കൂടെ, സഹജീവികൾക്കൂടെ, ഫ്രണ്ട്സിനൂടെ, നെയ്ബർഹുഡിനൂടെ ഒക്കെ പ്രയോജനമുള്ള ഒരു മനുഷ്യനായി നിങ്ങൾ മാറുക. ബ്യൂട്ടിഫുള്ളായിരിക്കും. എല്ലാവർക്കും വളരെ സക്സസ്ഫുള്ളായ, വളരെ ക്യാരക്ടർ ഓറിയൻറ്റഡായ, വളരെ സെൻസിബിളായ ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. നന്നായിട്ട് തിങ്ക് ക്ലിയർലി, അഡാപ്റ്റ് ടു സിറ്റുവേഷൻ, കെയർ എവരിബഡി, ഡെവലപ്പ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, കണക്ട് വിത്ത് ഓൾ പീപ്പിൾ, ബി യൂസ്ഫുൾ ടു ദ വേൾഡ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു യങ് കമ്മ്യൂണിറ്റി ഇവിടെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ധാരാളമായിട്ട് ഓടിച്ചാടി കളിക്കാനൊന്നും ഒരിക്കലും മറക്കരുത്. പേരൻസിനോടൊക്കെ പറയണം കളിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. കളിയിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും, നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റും, ഇമോഷണൽ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്മെൻറ്റും ഒക്കെ സാധിക്കും. കളിയിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ പഠിക്കുന്നതും, കളിയിലാണ് തോൽവിയും ജയവും ഒക്കെ പഠിക്കുന്നത്, കളിയിലാണ് വിട്ടുകൊടുക്കാനും നേടിയെടുക്കാനും ഒക്കെ പഠിക്കുന്നത്, കളിയിലൂടെയാണ് നമ്മൾ കൂടുതൽ ഫ്രണ്ട്സിനെയൊക്കെ നേടുന്നത്, കളിയിലൂടെയാണ് നമുക്ക് പ്രകൃതിയുടെ ഒരുപാട് വിഭവങ്ങൾ
പിന്നെ ഒത്തിരി കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്സിജൻ, അതുപോലെ തന്നെ വെയിൽ, മഴ, ഇതിനൊക്കെ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് കളിയിലൂടെയാണ്. സോ ഗോ ഔട്ട് ആൻഡ് പ്ലേ വെൽ ആൻഡ് കം ബാക്ക് ആൻഡ് സ്റ്റഡി വെൽ ആൻഡ് ബി എ വെരി പവർഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.